നമുക്കതിന് ആധാരമായി വായിക്കണമെന്ന ബൈബിൾ വാക്യം എബ്രായ ലേഖനമാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്കിന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സസ് 19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. മതി. ഈ മനോഹരമായ വാക്യത്തിനടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പൗലോസ്ലേഹ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാൽ എഴുതപ്പെട്ടു എന്ന് നാം വിശ്വസിക്കപ്പെടുന്ന ഒരു മനോഹരമായ ലേഖനമാണ് എബ്രായ ലേഖനം. പാസ്റ്റർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റെല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗത്താൽ പൗലോസ്ലേഹയുടെ പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹം എബ്രായ സഭകൾക്ക് ലേഖനം എഴുതണമെന്നുള്ളൊരു ഗൈഡൻസ് ദൈവം കൊടുത്തപ്പോൾ ആ ഗൈഡൻസ് അനുസരിച്ച് അവർക്ക് കൊടുത്തൊരു മനോഹരമായ ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സഭയോട് ധാരാളം കാര്യങ്ങൾ പറയുന്നു. അതിലൊരു കാര്യമാണ് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം. അപ്പം നങ്കൂരം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ബാക്കി കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. നങ്കൂരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദീർഘദൂര യാത്ര പോകുന്ന കപ്പൽ ഈ കടലിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞ് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വലിയ തിരമാലകൾ വരുമ്പോൾ ഈ കപ്പൽ ഇങ്ങനെ ഇളകി മറിയുമ്പോൾ അത് മറിഞ്ഞു പോകാതെ ഉറച്ച് നിർത്താൻ വേണ്ടി കപ്പലിനകത്തുള്ള ഒരു എക്യുപ്മെന്റ്സ് ആണ് നങ്കൂരം. ഇങ്ങനെ കാറ്റടിച്ചിങ്ങനെ ഇളകുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ സാഹചര്യത്തിൽ ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ ഈ എക്യുപ്മെന്റ്സ് എടുത്ത് താഴോട്ടങ്ങിടും. ഇതിങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് താഴോട്ട് ചെന്നിട്ട് ഈ മണ്ണിൽ ചേറിൽ ഇതങ്ങ് ഉറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ 2, 3, 4 ഒക്കെ കാണും. ഇതിങ്ങനെ ഉറയ്ക്കും. ഇതിങ്ങനെ തറയിൽ ഉറച്ചു കിടന്നാൽ പിന്നെ ഏത് പ്രതിസന്ധി വന്നാലും ഈ കപ്പൽ മുങ്ങത്തില്ല, ഇത് തകരത്തില്ല. അത് മാറുന്നത് വരെ അങ്ങനെ നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് നങ്കൂരം. ഇവിടെ എബ്രായ സഭയോട് പറയുന്നു, നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത് മറ്റൊരു എക്യുപ്മെന്റ്സ് അല്ല, പിന്നെ പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയാണ് നമ്മുടെ നങ്കൂരം. ഞാൻ ചോദിച്ചു, എബ്രായ സഭയ്ക്ക് നങ്കൂരത്തിന്റെ ആവശ്യമുണ്ടോ? യെസ്, ഉണ്ട്. 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിലെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. അപ്പൊ ഒഴുക്കിന്റെ ഒരു വക്കിലാണ് എബ്രായ സഭ. ഞാൻ ഒത്തിരി സന്തോഷിച്ചിട്ടുള്ളൊരു സഭയാണ് എബ്രായ സഭ. ഒത്തിരി ക്വാളിറ്റിയുള്ള സഭയാണ്. 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ എബ്രായ സഭയുടെ ഒരു ബിഗിനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, തുടക്കത്തെക്കുറിച്ച്. ഇങ്ങോട്ട് നോക്കൂ, നല്ലൊരു തുടക്കമാണ് എബ്രായ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം, അവിടെ വായിക്കുന്ന വാക്യം, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികൾ ആയിരുന്നു. അപ്പൊ എബ്രായ സഭയുടെ തുടക്കം, ലിസൺ ടു മീ, തുടക്കം നോക്കിക്കേ. ഇങ്ങനെയാണ്, നിന്ദകൾ ഉണ്ടായിരുന്നു. പ്രകാശൻ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയതിനു ശേഷം അവർക്ക് നിന്ദകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പെന്തിക്കോസ്തിലോട്ട് വരുന്നത് വിഷയത്തിൽ നിന്ദകളുണ്ട്. എനിക്കറിയത്തില്ല, കാണുമായിരിക്കും. എന്നാൽ പണ്ട് കുറച്ചുകൂടെ കൂടുതലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത്രയും ഒരു പോപ്പുലാരിറ്റി അന്നില്ലായിരുന്നു. കുറച്ച് സാധുക്കൾ മാത്രം ആരാധിക്കുന്ന ഒരു ടീം. അതിനകത്തോട്ട് എബ്രായ സഭ വിട്ട് ഉന്നതമായ ചർച്ചകൾ വിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, കളിയാക്കലുകൾ നിസ്സാരമായിരുന്നില്ല. പ്രകാശനം ലഭിച്ച ശേഷം നോക്കൂ, നിന്ദകൾ, പീഡനങ്ങൾ. ഇന്നിപ്പോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ എനിക്കറിയത്തില്ല നാട്ടിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. പീഡനങ്ങൾ, നിന്ദകളാലും പീഡനങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. കൂത്തുകാഴ്ച പരസ്യ കോലമാക്കും. കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ എങ്ങനെ കൂട്ടാളികളായിരുന്നു എന്ന് പറഞ്ഞാൽ, അന്ന് ഈ അനുഭവ പെന്തിക്കോസ്തേ ഉള്ളൂ, അനുകരണ പെന്തിക്കോസ് ഇല്ലായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ട്. അല്ലാതെ ചുമ്മാ ഈ അപ്പൻ പെന്തിക്കോസ്ത് ആയതുകൊണ്ട് മോൻ അങ്ങനെ ഇല്ല. ഇത് പെന്തിക്കോസ്തിന്റെ ഫസ്റ്റ് ജനറേഷൻ. ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായിരുന്നു. അടുത്ത വാക്യം,
തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷമായി സഹിച്ചവർ. ലിസൺ ടു മീ. സമ്പത്തിന്റെ അപകാരം സന്തോഷമായി സഹിച്ചു എന്ന് പറഞ്ഞാല് ഷെയർ, വസ്തു കൊച്ചാച്ചന് ലഭിക്കേണ്ടതാണ്. പക്ഷെ ഇയാളെ വിശ്വാസത്തിൽ പോയപ്പോ അപ്പം പറഞ്ഞു, നീ അങ്ങോട്ട് പോയില്ലയോ? പോയി, അതുകൊണ്ട് നിനക്ക് ഷെയർ ഇല്ല. അപ്പൊ അവർ ചിരിച്ചോണ്ട് പറഞ്ഞു പോലും, ഞങ്ങൾക്ക് ഷെയർ വേണ്ട, അതുകൊണ്ട് മൂത്ത അച്ചാച്ചന് കൊടുത്തേക്ക്, മൂത്താൾ ഞങ്ങൾക്ക് വേണ്ട, മൂത്താൾ കൊടുത്താണ്. നമ്മൾ ഈ എത്ര ഗ്ലോറിയും വിക്ടറിയും ഒക്കെ പറഞ്ഞാലും ഫിനാൻസുമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ നേച്ചർ മാറും. പക്ഷെ എബ്രായ സഭ അവരുടെ ഷെയർ പോകുന്നത് കണ്ടപ്പോ ചിരിച്ചോണ്ട് കൊടുത്തു. അതുകൊണ്ട് കൊടുത്തു, ആ പോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചിങ്ങനെ ചിരിച്ചോണ്ട് കൊടുക്കാൻ കാരണം എന്താ? അവര് പറയാണ് ഇത് കൊടുക്കാൻ കാരണം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി? വെളിപ്പാട് പുസ്തകം വായിച്ചോ? ഇല്ല, വെളിപ്പാട് പുസ്തകം എബ്രായ സഭ വായിച്ചിട്ടില്ല. അതെന്താ വായിക്കാത്ത? എഴുതിയിട്ടില്ല. നമ്മൾ വായിക്കുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ AD 96 എബ്രായ ലേഖനം എഴുതുന്നത് AD 67 67 കഴിഞ്ഞിട്ട് പിന്നെയും 20 കൊല്ലങ്ങൾക്ക് ശേഷം ആ റെവലേഷൻ എഴുതുന്നേ. അപ്പൊ വീതി സ്വച്ഛ സ്ഫടിക തുല്യമാണത് അവർക്കറിയില്ല. പളിങ്ങിനൊത്ത കണ്ണാടിക്കടൽ അവിടെ ഉണ്ട്, അവർക്കറിയില്ല. കൊടുക്കുന്നതിന് പ്രതിഫലം മേളിൽ കിട്ടും, അവർക്കറിയില്ല. വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. യോഹന്നാൻ പത്മോസിൽ പോയിട്ടില്ല. അപ്പൊ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ സ്വർഗരാജ്യത്തിൽ എന്താണ് ഉള്ളത് നമുക്കറിയാം. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, നമുക്കറിയാം. ഇത് നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, പാടിയിട്ടില്ല. അവർ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞിട്ട് സമ്പത്തിന്റെ അപകാരവും സന്തോഷമായിട്ട് സഹിച്ചു. എന്നോട് നിങ്ങളുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്? ഇല്ല, വെളിപ്പാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല, പഴയ നിയമത്തിൽ ലഭ്യമായ മങ്ങിയ വെളിപ്പാടുകൾ കൊണ്ട്. സ്തോത്രം. പഴയ നിയമത്തിൽ നിന്ന് ലഭ്യമായ വെളിപ്പാട് പുസ്തകത്തിലാണ് കുറച്ച് കൂലങ്കക്ഷമായി കൊടുത്തേക്കുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വെളിപ്പാട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇല്ല. ആ പഴയ നിയമത്തിൽ ലഭ്യമായ കൊച്ചു വെളിപ്പാട് അനുസരിച്ചിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപകാരം സന്തോഷമായി സഹിച്ച ഒരു നല്ല സഭയാണ് ഏത്? ഈ എബ്രായ സഭ. ചെറിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചൊന്ന് മാത്രമല്ല, മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ചാർട്ട് ഇട്ട് പഠിച്ചു. അതിരൂപൻ സാറിന്റെ ചാർട്ട് ഇട്ട് പഠിച്ചു. നിത്യത മുതൽ നിത്യത വരെ എങ്ങനെ, എപ്പോ, കർത്താവ് എപ്പോ വരും, നമ്മളവിടെ എല്ലാം പഠിച്ചു. എന്നാലും സ്തോത്ര കാഴ്ച ചെയ്യുമ്പോൾ നമ്മൾ ആ പേഴ്സണിനകത്തോട്ട് വിരലിട്ടേച്ച് ഇങ്ങനെ പിടിക്കും. അത് പത്തെടുക്കാനുള്ള തത്രപ്പാടില്ല. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് അറിഞ്ഞാലും നമ്മൾ ഓപ്പൺ അല്ല. ലിസൺ ടു മീ. നമ്മള് അങ്ങനെ ഓപ്പൺ അല്ല. പക്ഷെ ഇവിടെ മങ്ങിയ വെളിച്ചത്തിൽ പോലും ഷെയറുകൾ കൊടുക്കത്തക്ക നിലയിൽ അവർ തയ്യാറായതിന്റെ കാരണം അവരുടെ അകത്ത് അത്രയ്ക്ക് വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. സ്തോത്രം. മനസ്സിലാക്കാൻ നിങ്ങൾ ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് സ്തോത്രം ചെയ്തേ. സ്തോത്രം. അങ്ങനെ വളരെ കേപ്പബിളായ, വളരെ കരുത്തുള്ള സഭയായിരുന്നു എബ്രായ സഭ. പക്ഷെ ഇപ്പോൾ ലേഖനം എഴുതുമ്പോൾ അങ്ങനെയല്ല. 10 വിധ പരാജയങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, അവർ ഒഴുക്കിന്റെ വാട്ടിലാണ്, ഒഴുക്കിന്റെ വാക്കിൽ നിൽക്കുക. ഏത് സമയത്തും ഒഴുകി പോകാം, വലിയ ഉറപ്പൊന്നുമില്ല. 2, അവരുടെ അകത്ത് അവിശ്വാസം ക്രിയേറ്റ് ചെയ്തു. ബൈബിൾ പറഞ്ഞിങ്ങനെയാണ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. മീൻസ് ദുഷ്ട ഹൃദയം, അവിശ്വാസം ക്രിയേറ്റ് ചെയ്തു. ഏതാ? ഷെയർ വേണ്ടെന്ന് പറഞ്ഞവർ, പീഡനങ്ങളേറ്റവർ, അടിയേറ്റവർ, പരിഹാസമേറ്റവർ, കുടുംബം വിട്ട് കർത്താവിനെ സേവിച്ചവർ ഇപ്പോ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിന്റെ ഉടമകളായി മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇനി മുമ്പോട്ട് പോയാൽ ഇങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, മീൻസ് അവരുടെ അകത്ത് മന്ദത വന്നു എന്ന് പറഞ്ഞാൽ, ആരാധനയ്ക്ക് പോണോ? പോയാ കൊള്ളാം, സമയമുണ്ടെങ്കിൽ പോകാം. ഇനി ആരാധിക്കുന്ന കാര്യത്തിൽ പറ്റുന്നെങ്കിൽ നമുക്ക് ആരാധിക്കാം, ഒക്കുന്നെങ്കിൽ, പിന്നെ നിവൃത്തിയില്ലെങ്കിൽ കമ്പൽ ചെയ്യുവാണെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യാം, കരമടിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കരമടിക്കാം. സ്തോത്രം. ആ തലത്തിലേക്ക് വന്നു, മന്ദത ഉള്ളവരായി മാറി. പ്രൈസ് ഗോഡ്. ഇനി അടുത്തത്, സഭായോഗങ്ങൾ മുടക്കുന്നവരായി മാറി. നിങ്ങൾ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ആരാണ്? നിന്ദകൾ, പീഡനങ്ങൾ, കൂത്തുകാഴ്ച ഭവിച്ചവർ സഭായോഗത്തിന് പോകാത്ത സാഹചര്യത്തിലേക്ക് വന്നു. ഒരു സെൽഫ് ഇവാലുവേഷൻ നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി 10-25 വായിക്കുമ്പോൾ ഉത്സാഹമില്ലാത്തവരായി മാറി എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തിൽ മടുപ്പ് വന്നു. യോഗം 3 days അല്ലയോ? ഓക്കെ,
നടക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം പോകാം എന്ന തരത്തിലോട്ട് വന്നു. സ്തോത്രം. ഉത്സാഹത്തിൽ മടുപ്പ് വന്നു. ഇനി അഞ്ചാമത്തെ പ്രത്യേകത അവരുടെ ധൈര്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്, തള്ളിക്കളയല്ല. മീൻസ് ധൈര്യം ചോർന്നു പോയി. ഇനി 7, അവരുടെ സഹിഷ്ണുത പോയി. ഇനി 8, കൈകൾ തളർന്നു. തളർന്ന കൈകൾ. അടുത്തത് 9, അവരുടെ മുഴങ്കാലുകൾ കുഴഞ്ഞ മുഴങ്കാലുകൾ കുഴഞ്ഞു. ഇനി 10ാമത്തെ കാര്യം, ദൈവത്തിന്റെ ഭയം വിട്ടു. ഇത് നിസ്സാരമായി ചിന്തിക്കരുത്. അസാധാരണമായി മുമ്പോട്ട് വന്ന സഭയുടെ പ്രസന്റ് സ്റ്റാറ്റസ് ആണ് ഇപ്പോ ഈ 10 തരത്തിലെ പരാജയങ്ങൾ. സഭായോഗമില്ല, മന്ദതയിലാണ്, ധൈര്യമില്ല, ഉത്സാഹമില്ല, അവിശ്വാസം വന്നു, ഒഴുക്കിന്റെ വക്കിലാണ്, കുഴഞ്ഞ കൈകൾ, തളർന്ന കൈകൾ, കൊടുക്കുന്ന മനസ്സില്ല, കുഴഞ്ഞ മുഴങ്കാലുകൾ, പ്രാർത്ഥനയില്ല. സത്യം പറഞ്ഞാൽ ഒരു കാലത്തിൽ വീറോടെ ഇറങ്ങി പുറപ്പെട്ടവർ പലരും ഇന്ന് ഒഴുക്കിന്റെ വക്കിൽ സഞ്ചരിക്കുന്ന സാഹചര്യമാണ് എബ്രായ സഭ. രക്തതാലിച്ചയം മനസ്സിലാകുന്നവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്താണ് അതിന്റെ പരിണിത ഫലം? ഈ പരാജയ വസ്തുക്കളിൽ അകത്തോട്ട് കയറിയപ്പോ നേരെ കൃപ വിട്ട് പഴയതിലോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ പൗലോസ് ലീഗ ഇതിന്റെ റീസൺ എന്താണെന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായേ ഈ പരാജയത്തിലേക്ക് പോകാൻ കാരണം പണ്ടുണ്ടായിരുന്ന ഒരു പ്രത്യാശ ഇന്നവർക്കില്ല. കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും അവ വാഗ്ദത്ത നിവർത്തി നടക്കുന്നില്ല എന്നൊരു ചിന്ത ഇവരുടെ അകത്ത് വന്നപ്പോൾ ആ പണ്ടത്തെ പ്രത്യാശയില്ല, ആ പണ്ടത്തെ ഉണർവില്ല, ആ പണ്ടത്തെ ആവേശമില്ല. അതുകൊണ്ട് പൗലോസിലേക്ക് പറയുന്നത് പണ്ടത്തെ തലത്തിൽ സ്പിരിച്വാലിറ്റിയിലേക്ക്, ആത്മീയതയിലേക്ക് കയറി വരണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട 1ാമത്തെ കാര്യമാണ് ഒരു ശക്തയേറിയ പ്രത്യാശ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചേർന്ന് കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആഴമേറിയ ആത്മീയ പ്രത്യാശയിലേക്ക് കയറി വരുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 1 മിനിറ്റ് ആ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം വളരെ പരാജയമായി മാറും. പ്രത്യാശയില്ലാതെ പോയാൽ വിശ്വാസ ജീവിതം വളരെ പരാജയമായി മാറും. എന്താണ് പ്രത്യാശ? 3 പ്രത്യാശയാണ് ഈ 3 ദിനം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 1, ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ മടങ്ങിവരവാണ്. അതകത്തുണ്ടോ? കർത്താവിന്റെ മടങ്ങിവരവ് എന്നൊരു പ്രത്യാശ അകത്തുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല എന്ന നിലയിലോട്ട് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുക. കഴിഞ്ഞിടയ്ക്ക് ഒരു സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, കർത്താവ് വരത്തില്ലയോ? അദ്ദേഹം പറഞ്ഞ മറുപടി, അതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററിന്റെ ഗതി അതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? രക്തത്താല് ചെയ്യാം. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, കർത്താവ് മടങ്ങി വരത്തില്ലയോ? അദ്ദേഹം പറഞ്ഞ മറുപടി, അതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാ? രക്തത്താല് ചെയ്യാം. കർത്താവിന്റെ മടങ്ങി വരവെന്നുള്ള ചിന്ത അനേകരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ പരിണിത ഫലമാണ് ഈ മന്ദതയും ഈ അയഞ്ഞ ആരാധനയും. രക്തത്താല് ചെയ്യാം. എന്നാൽ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രത്യാശയും ആ വിശ്വാസവും അകത്തട്ടിൽ ഇങ്ങനെ വർദ്ധിക്കുന്നെങ്കിൽ ആരാധനാലയങ്ങൾ നിസാരമായി മാറത്തില്ല, പ്രാർത്ഥനകൾ നിസാരമായി പോകത്തില്ല, ആരാധന ജൽപ്പനമായി മാറത്തില്ല. ഇത് അഭിഷേകത്തിന്റെ മേഖലയായി മാറും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഈ 3 ദിവസം അത് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ പേര് പാസ്റ്റർ അല്ലെങ്കിൽ ഉപദേശി എന്നാണ്. എന്താ ഉപദേശി? ഉപദേശിക്കേണ്ട ആളാണ്. എന്തുപദേശിക്കേണ്ട ആളാ? ദൈവം മടങ്ങി വരുമ്പോൾ, യേശു മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വരവിൽ നിങ്ങളെ കൊണ്ടുപോകണം. നാം ഒരുമിച്ച് എടുക്കപ്പെടണം. ആ എടുക്കപ്പെടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്ന ഉപദേശി തന്നെ എന്നെ വിളിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഞാൻ ചർച്ചപോണ്ട പാസ്റ്ററാണ്, വയലാ ചർച്ചിന്റെ പാസ്റ്ററാണ്. ആ വയലാ ചർച്ചിൽ ചാർജ് എടുത്ത അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ആവശ്യമായ ദൂതൻ ഞാൻ പറയൂ, ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ല, ഞാൻ നിങ്ങളെ ചതിക്കില്ല. 4 വർഷമായി അവിടുത്തെ പാസ്റ്റർ അവിടെ പ്രസംഗിച്ച 1ാമത്തെ മെസ്സേജ് എന്നറിയാമോ? ഫസ്റ്റ് മെസ്സേജ്, ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. അന്ന് മുതൽ കഴിഞ്ഞ സൺഡേ വരെ പ്രസംഗിച്ച പ്രസംഗം അതുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ്. കാരണം ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന് ഈ കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും എനിക്ക് മറ്റൊരു കാര്യം പറയാനില്ല, മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല. എനിക്ക് ആവശ്യമായത് ഒന്നേ ഉള്ളൂ, എൻ്റെ കേൾവിക്കാരുടെ ഉള്ളിൽ നിത്യതയുടെ പ്രത്യാശ ഒന്ന് പകർന്ന് ആ പ്രത്യാശ
നിങ്ങളെ ഉറപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്ന് രാത്രി ലക്ഷ്യം. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അല്പ നിമിഷങ്ങൾ ചേർന്ന കരങ്ങളെ ഒന്നടിച്ച് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് ഈ അന്തരീക്ഷം മുഴുവനൊന്ന് മാറട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്തൊന്ന് ചലിക്കട്ടെ. ഒരു 2 മിനിറ്റുകളെ കരമൊന്ന് അടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് കർത്താൻ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയില്ലാത്ത മനുഷ്യൻ നിരാശനാണ്. 99-ാമത്തെ വയസ്സിൽ മമ്രയുടെ തോപ്പിൽ പാർക്കുമ്പോ ആ തോപ്പിലോട്ട് വന്ന 3 പേരെ സ്വീകരിക്കാൻ കാരണം അറിയാമോ? ഈ പടിവൃത്തനായ മനുഷ്യൻ, അബ്രഹാം എന്ന് പറയുന്ന പടിവൃത്തനായ മനുഷ്യൻ 3 പേരെ സ്വീകരിച്ചത് അവർ ദൈവദൂതന്മാരാണ് എന്ന് ചിന്തിച്ചല്ല. പിന്നെ 3 പുരുഷന്മാരാണെന്ന് അറിഞ്ഞപ്പോ അവരെ അടുക്ക ചെന്ന് അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ച് നിലം വരെ കുനിഞ്ഞ് അവരുടെ കാലുകൾ കഴുകിട്ട് പറഞ്ഞു, വാ വീട്ടിലോട്ട് വന്നിട്ടേ പോകാവൂ. ഇവർ ദൂതന്മാരാണെന്നുള്ള അർത്ഥത്തിലല്ല അയാൾ ചെന്നത്. 3 പുരുഷന്മാർ. സ്തോത്രം. 99 വയസ്സുള്ളയാള് ആ സമർപ്പണത്തിൽ കാല് കഴുകാൻ കാരണം എന്താ? പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ കാരണം എന്താ? സ്തോത്ര സ്തോത്ര. അടുത്ത ആണ്ടിൽ നീ ഒരു കുഞ്ഞിനെ അണയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ അകത്തൊരു സ്ത്രീ ചിരിച്ചു. സാറ ചിരിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞതിന്റെ കാരണം 99-ാമത്തെ വയസ്സിലും 75-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തമോർത്ത് അതിൽ പ്രത്യാശയോടെ പാർക്കുന്ന കൊണ്ടാണ്. ഇന്ന് രാത്രി ഒരു സത്യം ഞാൻ പറയാം. അകത്ത് പ്രത്യാശ ഇല്ലാത്ത പക്ഷം നിന്റെ പ്രാർത്ഥന ജൽപ്പനമായി മാറും, നിന്റെ ആരാധന ജൽപ്പനമായി മാറും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിങ്ങൾ ചേർന്ന് ആ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചങ്ങലയിട്ടുകൊണ്ട് ഇരിക്കുന്ന പൗലോസിന്റെ അടുക്കലേക്ക് യഹൂദന്മാർ വന്നപ്പോ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അഗ്രിപ്പ രാജാവേ, സ്തോത്രം, ഈ ചെങ്ങല ഒഴികെ ഞാൻ എന്തൊക്കെ ആയിരിക്കുന്നു ആ തലത്തിൽ ഇവരുമായ കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പഴയ മതത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ഇവർക്കറിയാം. ഇവർക്ക് സൗകര്യമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ പറയാം. ഇനി അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു കാര്യം എനിക്കറിയാം. ഇന്ന് ഞാൻ ഇത് ഊരിയിട്ട് അങ്ങോട്ട് ചെന്നാൽ എന്നെ സ്വീകരിക്കാൻ അവർ റെഡിയാ. പൗലോസ് എന്ന് പറയുന്നത് ഞാൻ മടങ്ങിച്ചെന്നാൽ എന്നെ അവർ സ്വീകരിക്കും. പക്ഷെ ഞാൻ പോകത്തില്ല. കാരണം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും ആരാധിച്ചിട്ടും എത്തിപ്പിടിക്കാൻ ശ്രമിച്ചതുമായ വാഗ്ദത്തത്തിന്റെ പ്രത്യാശ ഹേതുവായിട്ടാ ഞാൻ ഈ ചങ്ങല ധരിക്കുന്നത്. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ശക്തിയോടെ മുമ്പോട്ട് പോകണമെങ്കിൽ, ആത്മീയതയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ, അഭിഷേകത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അകത്തട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശക്തമായ വികാരമാണ് പ്രത്യാശ. ഇന്ന് രാത്രി അത് അകത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. പണ്ടുകാലത്ത് ദൈവമക്കളെയൊക്കെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി എന്ന് പറയുന്നത്, ഞാൻ സ്തോത്രം ചെയ്താൽ അന്യഭാഷ പറഞ്ഞാൽ നാളെ എൻ്റെ കുഞ്ഞുങ്ങളെ അമേരിക്ക കർത്താവ് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയൊന്നും അല്ലായിരുന്നു. സ്തോത്രം. പണ്ടുകാലത്തെ വിശ്വാസികളെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി എന്ന് പറയുന്നത്, സ്തോത്രം, എന്തെങ്കിലും മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. ഇന്ന് ഞാൻ ശക്തിയോടെ കൈയടിച്ചാൽ വിടുതൽ കിട്ടും. ഇതൊക്കെ നമ്മളൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് കാര്യമല്ലയോ? പണ്ട് ഇതുപോലെ അറിയാമോ? ഇതിനു വേണ്ടിയാണോ പണ്ട് കൈയടിച്ചേ? ഇന്നിപ്പോ ശക്തിയോടെ കൈയടിക്ക്. തെറ്റൊന്നുമില്ല അടിക്കുന്നതിൽ. പക്ഷെ അടിച്ചാൽ വിടുതൽ കിട്ടാൻ വേണ്ടിയുള്ള അടിയുണ്ട്. അതെനിക്കറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ പണ്ടുള്ളവർ അടിച്ചത് അതിനു വേണ്ടി അല്ലായിരുന്നു. പണ്ടത്തെ പ്രതിസന്ധിയിൽ അവരെ മുമ്പോട്ട് പോകാൻ പ്രേരകമായത്, കഴിക്കാൻ ആഹാരമില്ലാഞ്ഞിട്ടും ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ടും പവർഫുള്ളായി മുമ്പോട്ട് പോയത് അകത്തട്ടിൽ ഈ പ്രത്യാശ ഉറപ്പോടെ ഉണ്ടായിരുന്നു. രക്തത്താലിച്ചയം തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് ഇന്ന് രാത്രി ഞാൻ സ്തുതിക്കുകയാണ്. പലപ്പോഴും യേശുവിന്റെ മടങ്ങിയ വരവെന്ന വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ട് പ്രാർത്ഥനകളും ആരാധനകളും യോഗങ്ങളും ഒരു പരിധിക്കപ്പുറം സ്പിരിച്വൽ തലത്തിലോട്ട് പോകാതിരിക്കുമ്പോൾ ഈ QMBCയുടെ 20ാമത്തെ വാർഷിക കൺവെൻഷന്റെ 1ാമത്തെ രാത്രിയിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. അകത്ത് പൊടി പിടിച്ചു കിടക്കുന്ന നിത്യതയുടെ പ്രത്യാശ ഇന്ന് രാത്രി സാടകുടം എഴുന്നേൽക്കാൻ പുറത്തു കൊണ്ടുവരുവാൻ അകത്ത് വെമ്പൽ കൊള്ളുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. പഴയകാലത്തെ വിശ്വാസികളെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി എന്താണ്? ഒരു നന്മ കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല. ഞാൻ ഓർക്കുന്നു പണ്ടുകാലത്ത് ഭക്തിയോട് ജീവിച്ച യുവദാസന്മാരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങൾ ഒത്തിരി അടുത്തുണ്ട്. പക്ഷേ അവരൊക്കെ അങ്ങോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധിച്ചവർ ഒന്നും അല്ലായിരുന്നു.
ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു സംഭവ കഥ കേട്ടു. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. പണ്ട് കാലത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒരു വീട്ടിലുള്ളവരാ, ഒരുമിച്ച് യോഗത്തിന് വരത്തില്ല. പാസ്റ്റർ ചോദിച്ചു പോലും എന്താ രണ്ടുപേരും ഒരുമിച്ച് വരാത്ത? രാവിലെ അമ്മമ്മ, അമ്മച്ചി, രാത്രിയിൽ അച്ചായൻ. ഇപ്പൊ ചോദിച്ചു എന്താ? ഇന്നത്തെ പോലല്ല കേട്ടോ, ഇന്നിപ്പം നമുക്ക് ഈ ഷിഫ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ അന്ന് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ചോദിച്ചു എന്താ ഒരുമിച്ച് വരാത്ത? അത് പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പാസ്റ്റർ, പിന്നെ പറയാം. പാസ്റ്റർ വിട്ടില്ല. രഹസ്യത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ രണ്ടുപേരും ഒരുമിച്ച് വരാത്തെ? മറുപടി കേൾക്കണം. ആകെ ഒരു മുണ്ടേ ഉള്ളൂ. പകൽ അമ്മച്ചി ഉടുത്തോണ്ട് വരും, രാത്രിയിൽ ഞാൻ ഉടുത്തോണ്ട് വരും. രണ്ടുപേർക്കും ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഇല്ല. ഉള്ളത് എന്തായാലും അത് ഉടുത്തിട്ട് യോഗം മുടക്കാതെ മാറി മാറി വരാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? സ്തോത്രം. സ്തോത്രം. എന്നോട് നിങ്ങളുണ്ടോ? രക്താത്താലച്ചയം സമയം ഉണ്ടേ പോലും യോഗത്തിന് പോകാത്ത നമുക്ക് അതൊക്കെ ഒരു ചലഞ്ചിങ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. സമയമുണ്ടെങ്കിൽ പോലും യോഗത്തിന് പോകാത്ത നമുക്കൊരു ചലഞ്ചിങ് ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം പരാജയത്തിന്റെ മന്ദതയുടെ കാരണം, ആത്മീയ ഉണർവില്ലായ്മയുടെ കാരണം അകത്ത് വ്യാപരിക്കപ്പെടുന്ന പ്രത്യാശ ഡെഡായി പോയെന്നുള്ളത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് ഒരിക്കൽ കൂടെ കരം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. അല്പനിമിഷങ്ങൾ കർത്താവിനെ ഒരുമിച്ച് ഒന്ന് ആരാധിച്ചാട്ടെ. ഒരു കാലത്ത് വീറോടെ നിന്ന് സഭയാണ് പ്രായ സഭ. അസാധാരണമായ പ്രവൃത്തികൾ ചെയ്ത സഭയാണ്. പക്ഷേ വാഗ്ദത്തങ്ങൾ താമസിക്കുന്നു എന്ന് വന്നപ്പോൾ, പ്രത്യാശ നഷ്ടമായി പോയപ്പോൾ അവർ മന്ദതയിലേക്ക് മാറി, അവർ ഉത്സാഹമില്ലാത്തതിലേക്ക് മാറി, അവർ ഭീരുക്കളായി മാറി. ഇന്ന് രാത്രി പഴയ ആത്മതലത്തിലേക്ക് കയറി വരാൻ അകത്ത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഒരിക്കൽ കൂടി ആ കരം ചേർത്ത് ശക്തിയോടെ ഹല്ലേലൂയ പറയണം. സ്തോത്രം. പണ്ടുകാലത്തുള്ളവരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി എന്ന് പറയുന്നത് ആ ഒരു പ്രത്യാശ, കർത്താവിന്റെ മടങ്ങിവരവും പുനരുത്ഥാനവും അതിൻ്റെയൊക്കെ പ്രത്യാശയല്ല. അതുകൊണ്ട് തന്നെ അന്ന് പാടിയ പാട്ടുകൾക്കൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? അന്ന് പാടിയ പാട്ടുകളൊക്കെ എത്ര പവർഫുള്ളാണ്. രാജനേഷു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേഷു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാടുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? ഓ നാടുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ? പണ്ടത്തെ പാട്ടാണ്, നല്ല രസകരമായ പാട്ടുകൾ. ഓ പാടിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും, പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും ചൂടിടാത്ത വാട. ഓ പാടിലാരും ചൂടിടാത്ത വാടാമൂടി ചൂടും ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോടു സിയോൻ ഓ ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോടു സിയോൻ പുരവാൾ. ഓ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും, ഓ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും. ഓ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും. ഓ പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാടിലാരും ചൂടിടാത്ത വാട മുടിച്ചു. ഓ പാടിലാരും ചൂടിടാത്ത വാട മുടിച്ചു. ഓ ജീവന്റെ നാഥനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോടു സിയോൻ പുരവാൾ. ഓ ജീവന്റെ നാഥനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോടു സിയോൻ പുരവാൾ. ഓ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ഓ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ഹല്ലേലൂയ. ചേർന്ന് കർത്താൻ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. പോരാ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചലിപ്പിച്ചില്ലയോ കേരളക്കരയെ മൊത്തം ആ പാട്ടുകളൊക്കെ അല്ലേ? ഇന്നത്തെ പാട്ടുകൾക്കൊക്കെ പവർ ആണെങ്കിലും പണ്ടത്തെ പാട്ടുകൾക്ക് കുറച്ചുകൂടി ഒരു വീര്യമുണ്ട്.
ഓ മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ. അവരുടെ പാട്ടാണ്. ഓ മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ. പിന്നെന്തുവാ? പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ. ഓ പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ. എന്നു കാണും യേശുനാഥനെ. വായിക്കാമനെ, നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി സന്തോഷമായിട്ടങ്ങ് പോകും. ഓ എന്നു കാണും എന്നു കാണും യേശുരാജനെ. കാലമായി പറന്നു പോകാൻ കാലമായി പറന്നു പോകാൻ കാലമായി. രാജാതിരാജൻ വരുന്നു വേഗം. ഓഹോ രാജാതിരാജൻ വരുന്നു വേഗം പ്രിയനെ. എന്നു കാണും യേശുനാഥനെ. എന്നു കാണും യേശുനാഥനെ. ലോകത്തിൽ ഞാനൊരു നിന്നിതനെങ്കിലും വേഗത്തിൽ ഞാനൊരു വധുവായി. ഓ വേഗത്തിൽ ഞാനൊരു വധുവായി. എന്നു കാണും യേശുനാഥനെ. എന്നു കാണും യേശുരാജനെ. ഓ കാലമായി പറന്നു പോകാൻ കാലമായി പറന്നു പോകാൻ കാലമായി. ഓ രാജാതിരാജൻ വരുന്നു വേഗം. ഓ രാജാതിരാജൻ വരുന്നു വേഗം പ്രിയനെ. എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. ഹല്ലേലൂയ. ശക്തിയോടെ കരം ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നോക്കട്ടെയാണ്. സ്തോത്രം. ഇതൊക്കെ മണിക്കൂറുകൾ പാടി ആരാധിച്ച ഭക്തന്മാരുടെ പാട്ടുകളാണ്. ഇതൊക്കെ പാടുമ്പോൾ അകത്തുണ്ടാകുന്ന ഒരു വീര്യം ഭയങ്കരം. സ്തോത്രം. ലോകത്തിൽ ഞാനൊരു നിന്ദിതനെങ്കിലും വേഗത്തിൽ ഞാനൊരു വധുവായി മാറും. സ്തോത്രം. കാഹളനാദം കേട്ടിടുന്ന നാളിൽ ഹല്ലേലൂയ ഗീതം പാടിയിടുമേ അന്നു ഞാൻ. എന്നോട് നിങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്ന് കൈ ഒന്ന് പൊക്കിയാൽ നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. തലയ്ക്ക് മേലെ കൈ പൊക്കിയാൽ നോക്കട്ടെ. തലയ്ക്ക് മേലെ എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം. ഇതൊക്കെ അകത്തുണ്ടാക്കുന്ന വീര്യം ഭയങ്കരമാണ്. അതാ ഞാൻ പറഞ്ഞത്, പണ്ട് കപ്പക്കിഴങ്ങും കപ്പയും ചക്കയും ചക്കത്തോലിയൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴും നമുക്കുള്ളതിനേക്കാൾ പ്രത്യാശയും തേജസ്സും ഉണ്ടായിരുന്നു അവർക്കൊക്കെ. എന്നറിയോ? മെറ്റീരിയൽ അല്ലായിരുന്നു. ഓ അവരുടെ അകത്തുണ്ടായിരുന്നത് ഭൗതികമല്ല, പിന്നെ വിണ്ണിനെ കുറിച്ചുള്ള ചിന്തകളും ആ രാജ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളുമായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. വരാം. സ്തോത്രം. നിരാശകളൊക്കെ ഒന്ന് മാറണം. എനിക്കറിയാം ഭയങ്കര പാടാ. ഹല്ലേലൂയ. എല്ലാം ഒന്ന് പൊട്ടി അടുത്ത മേഖലയിൽ കയറി വരണം. എങ്ങനെയും 10 കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി വന്നിരിക്കും നിങ്ങളോട് സ്വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരു പരിധിക്കപ്പുറം റിവൈവൽ ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യം പരമാർത്ഥമാണ്. പക്ഷേ ആ മേഖലയൊക്കെ ഒന്ന് പൊട്ടി മാറി ഈ 3 ദിവസത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ ഒന്ന് യൂടേൺ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇങ്ങനെയുള്ള സകല അനുഭവത്തിലും മൈൻഡുകൾ മുഴുവൻ നിത്യതയുമായി കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ കോൺഫറൻസും ഈ കൺവെൻഷൻ നിസ്സാരമായി മാറത്തില്ല. നിന്റെ സകല പ്രതീക്ഷകളെയും മാറ്റിമറിച്ചുകൊണ്ട് നിന്റെ മനസ്സിനെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതികളുണ്ട്. വിശ്വസിക്കാൻ നിയോഗമുണ്ടെങ്കിൽ, അകത്ത് പ്രത്യാശ ഉണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാൻ. സ്തോത്രം. എല്ലാ മൂഢതകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ മന്ദതകളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അന്തരീക്ഷം മുഴുവൻ മാറട്ടെ. പരിശുദ്ധാത്മാവിനോട് ഇന്ന് രാത്രി സഹകരിച്ചാട്ടെ. കരമടിക്കുന്ന ശക്തിയോടെ നീ കരമടിക്കുന്ന സൗണ്ട് നിന്റെ ചെവിക്കകത്തെത്തണം. അന്യഭാഷ പറയുന്നെങ്കിൽ അതിന്റെ സൗണ്ട് നിന്റെ ചെവിക്കകത്തെത്തണം. അടുത്തിരിക്കുന്ന ആടെ ചെവിക്കകത്തെത്തിയാലും ഇല്ലെങ്കിലും വേണ്ടില്ല, ആ ശബ്ദം നിന്റെ ചെവിക്കകത്ത് വരട്ടെ. നീ
പറയുന്ന ഭാഷ നിന്റെ ചെവിക്കകത്ത് വരട്ടെ. ഈ രാത്രി അതിൽ കൂടി ജയം വ്യാപരിക്കും. ഹല്ലേലൂയ. പരാജയത്തിന്റെ പിന്മാറ്റത്തിന്റെ വക്കിൽ നിൽക്കുന്ന സഭയോട് പറയുന്നു, നിങ്ങൾക്കൊരു പ്രത്യാശ വേണം. അതാണ് നങ്കൂരം. ഉറപ്പിച്ചു നിർത്തുന്നതാണ് നങ്കൂരമെങ്കിൽ ആ നങ്കൂരം പ്രത്യാശയാണ്. ഏത് വിഷയത്തില്ല പ്രത്യാശ വേണ്ടത്? 3 വിഷയത്തില്ല. 1, കർത്താവിന്റെ മടങ്ങി വരവ്. 2, പുനരുത്ഥാനം. 3, നിത്യത. ഈ 3 ദിവസം കൊണ്ട് ഈ 3 കാര്യം പറഞ്ഞ് നമ്മൾ വിരിയും. സ്തോത്രം. കർത്താവിന്റെ മടങ്ങി വരവാണ് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പ്രത്യാശ. കർത്താവ് മടങ്ങി വരുമോ? വരുമെന്നോ ഇല്ലെന്നോ? പ്രതീക്ഷ ഒന്ന് കൈ നീ. എനിക്കൊരു ആഗ്രഹം കൊണ്ട് പറയാണ്, കൈന്ന് പൊക്കിക്കാൻ നോക്കട്ടെ ഉണ്ടോന്ന്. ആണ്ട്ര എല്ലാവരുടെ അകത്ത് ആഗ്രഹം ഉണ്ടല്ലോ. കൊള്ളാം. എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര അത്ഭുതമാണല്ലോ. സ്തോത്രം. കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് ആശീർവാദം പോലും പ്രോപ്പറായിട്ട് പറയാറില്ല. പറഞ്ഞാൽ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ കർത്താവേ. എന്നും അത് അഭിമാനത്തോടും വിശ്വാസത്തോടും കൂടെ പറയുന്നൊരു കൈവക്കാൻ പറഞ്ഞാലോ? ഇല്ല. പിതാവായ പറയുമ്പോഴേ നമ്മൾ ബൈബിൾ സിബിടും. പിതാവായ കഴിഞ്ഞു, രക്തം ചെയ്യും. പിതാവായ. പുത്രന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വാച്ചെടുത്ത് കയ്യെ കെട്ടി. പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആമേൻ കർത്താവേ അതങ്ങ് ചെല്ലുമ്പോഴാ, എപ്പോഴാ വീട്ടിലെത്തും അപ്പോഴത്തേക്കും നമ്മൾ ചെന്ന് കഴിയും. കാരണം എന്താ? നമ്മൾ പോയി കഴിഞ്ഞു. ആ പ്രതീക്ഷയിൽ ആരാധിക്കുന്ന എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ആ പ്രതീക്ഷയിൽ മെസ്സേജ് കേൾക്കുന്ന എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ആ പ്രതീക്ഷയിൽ യോഗത്തിന് വരുന്ന എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഫ്രൈഡേ ആയതുകൊണ്ടല്ലയോ ചാടിക്കയറി വരുന്നേ. പോയില്ലെങ്കിൽ പാസ്റ്റ് വിളിക്കും. കഴിഞ്ഞ ആഴ്ച കൊച്ചിന്റെ പനിയാന്ന് പറഞ്ഞു രക്ഷപ്പെട്ടു. ഈ ആഴ്ചയും കൂടെ കൊച്ചിന്റെ പനിയാണ്, പാസ്റ്റ് വീട്ടിൽ വരും. അപ്പൊ പിന്നെ പോയേക്കാം. തുടങ്ങട്ടെ. നമുക്കൊരു 10 മണിക്ക് തുടങ്ങും. ഒരു 10:30 ആകുമ്പോൾ നമുക്ക് ചെല്ലാം. അല്ലെ പിന്നെ പുള്ളി വിളിക്കും. അല്ലാതെ കർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധനയ്ക്ക് പോകുന്ന എത്ര എണ്ണം ഉണ്ട്? എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. അങ്ങനെ ഉള്ളവരാണെങ്കിൽ യോഗം ഇങ്ങനെ ആയിരിക്കുമോ? ലക്ഷങ്ങൾ മുടക്കി ഇത്ര വലിയ ടെന്റിനകത്തൊരു യോഗം ക്രമീകരിച്ച് ഒരു പാട്ടുകാരനെയും കൊണ്ടുവന്ന് നല്ല കോർഡിനേഷനിൽ വർഷിപ്പൊക്കെ നടക്കുമ്പോൾ അതിങ്ങനെ ആയിരിക്കുമോ പര്യവസാനിക്കുന്നേ? സ്തോത്രം. ഇത് സെലിബ്രേഷൻ അല്ല, ഇത് റിവൈവലിന്റെ തുടക്കമാണ്. രക്തത്താൽ ജയം തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇതൊരു ആനുവൽ ഫെലോഷിപ്പ് അല്ല, അതിനപ്പുറം നിത്യരാജ്യത്തിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന റിവൈവലാണ്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് കരം അടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. എത്ര നാളായി അന്യഭാഷ പറഞ്ഞിട്ട്, എത്ര നാളായി പ്രത്യാശയുടെ ദൈവത്തെ സ്തുതിച്ചിട്ട്, എത്ര നാളായി ദൈവ കൃപ പ്രാപിച്ചിട്ട് ഈ രാത്രി നിത്യതയുടെ ദർശനത്തിലേക്ക്, കർത്താവിന്റെ മടങ്ങി വരവിലേക്ക് ചിന്തിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുള്ള? somebody shout hallelujah, praise the Lord. യേശു മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ അകത്തുണ്ടാവണം. മടങ്ങി വരുമോ? വരും. യെസ്. മേലോട്ട് പോയപ്പോ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞ വാക്യമുണ്ട്, ദൂതന്മാർ പറഞ്ഞ വാക്യമുണ്ട്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ. ഒന്ന് പറഞ്ഞു, മടങ്ങി വരൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോവരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും ഞാൻ വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ രാത്രി ആ പ്രതീക്ഷ അകത്ത് വ്യാപരിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. മറ്റൊരു ചിന്തയെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ള വീഞ്ഞാക്കിയ പ്രസംഗം നല്ല പ്രസംഗമാ. അത് പറഞ്ഞ നന്നായിരിക്കും. പക്ഷേ എന്റെ മനസ്സ് അനുവദിക്കണ്ടായോ? അത് പറയുന്നത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, അതുക്ക് മേലെയാ ഇന്ന് രാത്രി ഞാൻ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഈ രാത്രി സ്തുതിക്കുന്ന സകല നിർജീവത്വവും ഇന്ന് രാത്രി മാറട്ടെ. അകത്ത് നീ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇതാ ഞാൻ മേഘാരൂഢനായി. വെളിപ്പാട് 22:10 വായിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ. അടുത്ത വാക്യം, ഇതാ ഞാൻ
22 ലാസ്റ്റ് വാക്ക് കേൾക്കണോ? ഇത് സാക്ഷീകരിക്കുന്നവൻ ഇതാ ഞാൻ. 22 അധ്യായത്തിന്റെ വെളിപ്പാട് 22 ലാസ്റ്റ് ഇത് പറയുന്നവൻ, ഇത് സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരും. നിങ്ങൾക്കറിയാമോ, കർത്താവിന്റെ മടങ്ങി വരവ്, നിത്യത തുടങ്ങിയ പ്രത്യാശ വിഷയങ്ങളെ കുറിച്ചുള്ള മെസ്സേജുകൾ ലഭ്യമല്ല. സ്തോത്ര. കഴിഞ്ഞ 2024 നിങ്ങൾ കേട്ട പ്രസംഗങ്ങൾ കണക്കൂട്ടി നോക്കിക്കോ. നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും കേൾക്കുന്ന മെസ്സേജുകൾ വളരെ കുറവാ. ഈ മണ്ണിനകത്ത് നിന്നെ ഉറപ്പിക്കാനുള്ള ടെൻഡൻസിയിൽ അനേകർ ഓടി നടക്കുമ്പോൾ ഇന്ന് രാത്രി ഏലപ്പാറയ്ക്ക് അതിന് മനസ്സില്ല. എന്റെ മനസ്സിനകത്തുള്ള ചിന്ത മുഴുവൻ നമ്മുടെ പ്രത്യാശ കേന്ദ്രമായ നിത്യതയെക്കുറിച്ചും കർത്താവിന്റെ മരവിനെ കുറിച്ചുമാണ് ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ചേർന്ന് ഒരിക്കൽ കൂടി ആ കാര്യം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. പണ്ടുകാലത്തെ വിശുദ്ധന്മാരൊക്കെ ആ പ്രതീക്ഷയെ ജീവിച്ചവരാ. ഒരു അപമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്നുണ്ടായ ഒരു പാട്ട് കേൾക്കണം. ഒരു അപമാനം മീൻസ് ഇതുപോലെ സുന്ദരമായ ഒരു വേദി, ഇത്രയും സുന്ദരമാണെന്ന് എനിക്കറിയില്ല. അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഇരുത്തിയില്ല പോലും. എന്തിന്റെയോ പേരിൽ ഇരുത്തിയില്ല പോലും. ആ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുക, അല്ലേ? സ്തോത്രം. ഇന്നൊക്കെ ആണെങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ QMBCക്ക് പകരം റിബലായിട്ട് മറ്റൊരു QMBC. ഇന്നാണെങ്കിൽ സ്തോത്രം, ഒരു ചർച്ചയിൽ നിന്ന് ഇറക്കി വിട്ടാൽ അതിന് പകരം ബദലാം മറ്റൊരു ചർച്ച്. ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ്. പക്ഷെ പണ്ട് ഇറങ്ങിപ്പോയ വഴിക്ക് പാടിയ പാട്ട് കേൾക്കണം. യോ സ്തോത്രം. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നീളം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നീളം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെത്താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന, നിങ്ങളല്ലേ ഈ കൂടെ ഇരുത്താത്ത, നിങ്ങളല്ലേ പറഞ്ഞു വിട്ടെ, എന്നാൽ വരുന്നുണ്ട്. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, ഞാൻ പ്രിയ രക്ഷകൻ പറഞ്ഞാലേ. അപമാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടാണ്. പണ്ട് കാലത്ത് ഒരു സംഭവം ഉണ്ടായി പോലും. പണ്ട് കാലത്തെ പ്രസംഗങ്ങൾ ഇതൊക്കെയായിരുന്നു വിഷയങ്ങൾ. കർത്താവിന്റെ മടങ്ങി വരവ്, ശാശ്വത ഭവനം, കുഞ്ഞാടിന്റെ കല്യാണം, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നതൊക്കെയായിരുന്നു പണ്ടത്തെ പ്രസംഗങ്ങൾ. ഇങ്ങനെ കേട്ടിട്ട് പോകുന്ന ആൾക്കാർ അതിനകത്തോട്ട് ഇറങ്ങും. ഇതിപ്പം പലരും വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. യോഗത്തിന് വന്നെങ്കിലും പ്രസംഗത്തിനകത്തോട്ട് ഇറങ്ങിയില്ല. നിങ്ങൾ ഞാൻ ഒപ്പിക്കുമോ, ഇയാൾ എവിടെ കൊണ്ട് നിർത്തുന്നൊക്കെ ടെൻഷനില്ല. പണ്ട് അങ്ങനെയല്ല. പ്രസംഗം തുടങ്ങുമ്പോൾ ആൾക്കാർ അതിനകത്തോട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്ത മൊത്തം അതാ. സ്തോത്രം. അങ്ങനെ പോയൊരു പാസ്റ്റ് രാത്രി വിശ്രമിക്കുമോ, ഒരു ഹെലികോപ്റ്റർ താണു പറന്നു പോലും. ഇന്നത്തെ പോലെ ഈ സാധനം അന്നത്ര സുലഭമല്ലല്ലോ. ഇവൻ കിടക്കുന്ന മനുഷ്യന്റെ മേളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു പോലും ഹൂന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യം കേൾക്കണോ? ആരാണ് ഈ രാത്രി കൂവി എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങുമല്ലായിരുന്നു. പിന്നെ ആ മനുഷ്യൻ കർത്താവ് വന്നേന്നും പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. രക്തത്താൽ ജയം. ഒരു പ്രസംഗം കേട്ട് പോയപ്പോൾ കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഹെലികോപ്റ്റർ താന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ശബ്ദം കേട്ടേച്ച് കർത്താവ് വന്നേന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി പോലും. സ്തോത്രം. നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിരിക്കാനും രസകരമായി തോന്നും. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചാൽ അങ്ങനെ തോന്നത്തില്ല. കാരണം ഒരുവനെ താൻ നനച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നും. മറ്റൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. ഇതൊക്കെ കേട്ടിട്ട് അകത്തോട്ട് പോകുമ്പോ വേറൊരു ചിന്തയില്ല. പിന്നെ ഉറങ്ങുമ്പോഴും യേശു വരുന്നു, കിടക്കുമ്പോഴും യേശു വരുന്നു, കൃഷി ചെയ്യുമ്പോഴും യേശു വരുന്നു, സഞ്ചരിക്കുമ്പോഴും യേശു വരുന്നു. അത് മാത്രമായിരുന്നു ചിന്ത. ആ ചിന്തയിലേക്ക് ദൈവസഭകൾ മടങ്ങി വരണമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ ഈ ദൂതേറ്റെടുക്കൽ കരുത്തുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ആമേൻ. ഇല്ല ബ്രദർ, പെന്തിക്കോസിനകത്ത് വന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിനകത്ത് പൈസ കൊടുക്കുമെന്ന് വന്നാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് മേടിക്കുക വലുത് അങ്ങോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. തമ്പുരാൻ തരും ഇല്ലെന്നല്ല. പെന്തിക്കോസിൽ അതിനുവേണ്ടി വന്നവരല്ല. രോഗസൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കർത്താവ് തരത്തില്ലെന്നല്ല, കർത്താവ് തരുന്ന ആളാണ്. പക്ഷെ എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുമായിരുന്നെങ്കിൽ ചർച്ചിൽ ഇത്രയും കസേര വേണ്ടല്ലോ. ചർച്ചിൽ ഇപ്പൊ കസേര കൂടുവാ നാട്ടിൽ. 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു കസേര, 40 കഴിഞ്ഞാൽ 2 കസേര, 50 വയസ്സ് കഴിഞ്ഞാൽ 3 കസേര. അതെന്തിനാ 3 ഒന്ന് ബൈബിൾ വെക്കാൻ, ഒന്ന് വെള്ളക്കുപ്പി വെക്കാൻ, ഒന്ന് ഇരിക്കാൻ. കാരണം 50 വയസ്സാകുമ്പോൾ 3 കസേരയുടെ ആവശ്യത്തിലോട്ട് വരിക. 30 കഴിഞ്ഞാൽ റിസർവ്ഡ് ആണ് ഒരു കസേര. കാരണം എന്താ? എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. അപ്പം ഇത് രോഗസൗഖ്യത്തിന്റെ മാർഗമാണോ? കർത്താവ് ചെയ്യും, പക്ഷേ കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്തിന് പെന്തിക്കോസ്റ്റിൽ വന്നു? രോഗസൗഖ്യം അല്ല, ഫിനാൻസ് വിടുതൽ അല്ല, വീട് നോ,
വസ്തു അല്ല, പിന്നെ എന്തിന് ഇതിനകത്ത് വന്നു? മർത്തോമ പള്ളി മോശമായതുകൊണ്ട്, ഓർത്തഡോക്സ് പള്ളി മോശമായതുകൊണ്ട്, കാത്തലിക്ക് മോശമായതുകൊണ്ട് പെന്തിക്കോസി വന്നവരല്ല. ഉള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വെള്ളയിട്ട് വെള്ളത്തിൽ മുങ്ങി ഇതിനകത്ത് വന്നു കയറിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്നാണെന്നറിയോ? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പ്രാണനാഥൻ വരും. അല്ലേ പിന്നെ എന്റെ പ്രത്യാശ? ഇതേ യോഗം നടക്കുന്നില്ല, ലക്ഷങ്ങൾ മുടക്കിയ യോഗം വെക്കുന്നു, നടത്തിയില്ല, ആരും അറസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്തിനാ യോഗം? എല്ലാത്തിനെ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് ബലപ്പെടുത്തി വിടുക എന്നുള്ളതാ. അല്ലെ പിന്നെ എന്താ അജണ്ടയാ യോഗത്തിനുള്ള? എന്തിനാ സഭായോഗം? എന്തിനാ സഭായോഗത്തിന്റെ അജണ്ട എന്താ? ഒറ്റ അജണ്ടയേ ഉള്ളൂ, കർത്താവിൽ നിന്ന് പ്രാപിക്കുക, ഇപ്പുറത്തെ പാഴ്സനേജിൽ പ്രാർത്ഥിച്ച് പ്രാപിക്കുക, ഇപ്പുറത്തെ ഒന്ന് പ്രസംഗിക്കുക, വീണ്ടും പ്രാപിക്കുക, ഇപ്പുറത്ത് പറയുക. എന്തിന്? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഒരു ശുശ്രൂഷകനും എത്ര വീട് ഹൗസ് വാമിംഗ് നടത്തി എന്നതിന്റെ പേരിലല്ല പ്രതിഫലം. ഞങ്ങൾ ഹൗസ് വാമിംഗ് നടത്തുന്നെങ്കിൽ ചെയ്യേണ്ടത് കൊണ്ടാ. ഞങ്ങളുടെ ഡ്യൂട്ടി ഹൗസ് വാമിംഗ് അല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി പ്രാർത്ഥിച്ച് വിടുക എന്നല്ല, ഞങ്ങളുടെ ഡ്യൂട്ടി പ്രാർത്ഥിച്ച് കൊണ്ടുവരിക എന്നല്ല. പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി നിത്യതയിൽ പോകാൻ, യേശുവിന്റെ മടങ്ങി വരവിൽ നീ എത്തപ്പെടാൻ ആവശ്യമായ ദൂത് പറഞ്ഞ് നിന്നെ ബലപ്പെടുത്തുക എന്നുള്ളതാ. ഇന്ന് രാത്രി വിശ്വസിച്ച് നിങ്ങൾ ചേർന്ന് ഒരിക്കൽ കൂടി ആ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഇല്ല, ആ കരമൊന്ന് വീശി ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. അന്തരീക്ഷങ്ങൾ മൊത്തം മാറട്ടെ, സകല നിരാശകളും മാറട്ടെ, അകത്ത് ഭാഗ്യകരമായ പ്രത്യാശ വരട്ടെ, യോഗത്തിന്റെ നിലവാരം മാറട്ടെ, ആരാധനയുടെ അന്തരീക്ഷം മാറട്ടെ. ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ ആൾക്കാരെ നടത്തിയ പ്രേരക ശക്തി അതായിരുന്നു. പണ്ടത്തെ ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുപോയ ഊർജ്ജമതായിരുന്നു. കർത്താവ് മടങ്ങി വരും, കർത്താവ് മടങ്ങി വരും. പണ്ട് ഈ പ്രൈസ്തലോടൊക്കെ കൊടുക്കത്തില്ലയോ നമ്മളെ? ചെന്നിട്ട് ഒരാളെ കണ്ട പ്രൈസ്, ഇതിനർത്ഥം അറിയാവോ? ഇന്നിപ്പോ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മള് വലിപ്പം അനുസരിച്ചാ കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കുലിക്കേണ്ടി വരും, നിങ്ങൾക്കറിയാം. പക്ഷെ പണ്ട് ആ കൊടുപ്പിന്റെ പിമ്പിലും അർത്ഥം ഉണ്ടായിരുന്നു. വാട്സാപ്പോ മെസ്സേജോ ഇല്ലല്ലോ. കുഞ്ഞോട്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടതാ, അപ്പൊ ഈ ആഴ്ച ഒന്നുകൂടെ കണ്ടപ്പോ കൊടുത്ത് സ്തോത്രം എന്ന് പറഞ്ഞാൽ മരിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. ഇന്ന് നമുക്കൊരു പിടി എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥത്തില പ്രത്യാശയിലായിരുന്നു അവരുടെ ആരാധന, പ്രത്യാശയായിരുന്നു അവരുടെ പ്രാർത്ഥന, പ്രത്യാശയിലായിരുന്നു അവരുടെ പാട്ടുകൾ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ആ പ്രത്യാശ, കർത്താവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാം. ഒരേറ്റാല ജയം പറഞ്ഞ സമയം തീർന്ന ചില സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ഒരു 2 മിനിറ്റുകൾ ആ കണ്ണുകളും നടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ശാന്തരാജകൽക്കമാസിയാന. സകല പരാജയങ്ങളും ഇന്ന് രാത്രി മാറട്ടെ, സകല മന്ദതകളും ഇന്ന് രാത്രി മാറട്ടെ. സകലതും വെടിഞ്ഞ് വിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന്റെ പിന്നിലെ റീസൺ സ്വർഗരാജ്യ പ്രവേശനം ഒന്ന് മാത്രമാണ്. സ്വർഗത്തിലേക്ക് ചെല്ലുക, യേശുവിന്റെ മടങ്ങി വരവിൽ സ്വർഗത്തിലേക്ക് ചെല്ലുക എന്നതിനപ്പുറം ഒരു പ്രതീക്ഷ നമ്മുടെ അകത്തില്ല. അല്പനിമിഷങ്ങളെ കണ്ണുകൾ നടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ആ നാവ് തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത്